ഒട്ടും പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് വളരെ ക്വിക്കായിട്ട് എടുക്കുന്ന പല ഡിസിഷൻസും നമ്മുടെ ലൈഫിൽ നല്ല അടിപൊളി മൊമെൻറ്റ്സ് ആയിട്ട് മാറാറുണ്ട് അല്ലേ. എനിക്കൊരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പ്ലാനിങ് ചെയ്ത് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് എടുത്തോ പിടിച്ചോ എന്ന് വെച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായതാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് മോനുവിൻ്റെ പ്ലാനായിരുന്നു എന്നാൽ പെട്ടെന്ന് പോകാമെന്നുള്ളത്. കുട്ടികളാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കും ഉണ്ണിക്കും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇത് ഞായറാഴ്ച എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് എനിക്ക് ഇരിങ്ങാട്ടിരിക്കും ഉണ്ണിക്ക് കൊറ്റിയോട്ടക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കാനാണ് ആഗ്രഹം, എങ്ങോട്ടും പോവാണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടാനുണ്ട്, പാക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ പണികളുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മടി. അങ്ങനെ 2-3 തവണ ഇങ്ങോട്ട് തിരിയുന്ന വഴി ഞങ്ങൾക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ പോയി ഞങ്ങൾ വേറെ ഏതൊക്കെയോ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ പോയി എത്തി. ചോദിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്കൂട്ടിയിൽ ഒരാൾ ഞങ്ങളെ ഫ്രണ്ടിൽ വഴി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുൻപും കുഞ്ചുവിൻ്റെയും ഷെമീൻ്റെയൊക്കെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ തവണയാണ് വരുന്നതെങ്കിലും സത്യത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ബാക്കിലുള്ള സ്ഥലം അങ്ങനെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. വെയിലും ഉണ്ടായിരുന്നില്ല, മഴയും ഉണ്ടായിരുന്നില്ല. ഇരിക്കാനൊക്കെ നമുക്ക് സുഖമായിട്ട് നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ലൊരു ഫ്രഷ് എയറൊക്കെ ഇങ്ങനെ കിട്ടി. മൈൻഡൊക്കെ ഭയങ്കര കൂൾ ആൻഡ് ഫ്രഷ് ആവുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ഉമ്മക്കും വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പോരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പം ഉമ്മ പോന്നിട്ടില്ല. ഞാനും ഷെമിലും മോനും കുട്ടികളും ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മനുവിനെയും ഷാമോനെയും കുഞ്ചുവിനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ.